ബീഹാർ തെരഞ്ഞെടുപ്പ് ഫലം അവിശ്വസനീയം. നടന്നത് വോട്ട് കൊള്ള. ഡേറ്റകൾ ശേഖരിച്ച് പരിശോധിക്കുമെന്നാണ് കെ.സി. വേണുഗോപാൽ പറഞ്ഞിരിക്കുന്നത്. ഈ ഒരു വിഷയവും കോൺഗ്രസിനുണ്ടായ തിരിച്ചടിയുടെ കുറച്ച് കാര്യങ്ങളുമാണ് ഈ വീഡിയോയിലൂടെ പറയാൻ ഉദ്ദേശിക്കുന്നത്. ഇതിലേക്ക് വരുന്നതിന് മുൻപ് കുറച്ച് കാര്യങ്ങൾ പറയാതെ വയ്യ. ഇന്നലെ ബീഹാർ തെരഞ്ഞെടുപ്പിൽ ഇന്ത്യ സഖ്യവും കോൺഗ്രസും തോറ്റമ്പിയപ്പോൾ പലരും ചോദിച്ചു, എന്താണ് അതേക്കുറിച്ച് മിണ്ടാത്തത്, ഇന്നലെ വീഡിയോ ചെയ്യാത്തത് തോറ്റതിൻ്റെ ക്ഷീണത്തിലാണോ എന്നൊക്കെ. ഞാൻ ദൂരദർശനിലെ ന്യൂസ് റീഡർ കൂടിയാണ്. ഇന്നലെ ബീഹാർ ഇലക്ഷൻ റിസൾട്ട് ആയതിനാൽ ഇതുമായി ബന്ധപ്പെട്ട് ദൂരദർശനിൽ ചർച്ചകൾ ചെയ്യേണ്ടി വന്നു. അതിനാലാണ് ബീഹാറിലെ ഇന്ത്യ സഖ്യത്തിൻ്റെ തോൽവിയെക്കുറിച്ച് ഞാൻ പ്രത്യേകമായി ഒരു വീഡിയോ ചെയ്യാതിരുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് ഡോക്ടർ മോഹൻ വർഗീസ്, ഡോക്ടർ മേരി ജോർജ്, പ്രൊഫസർ A.G. ജോർജ് ഇവരെല്ലാം കൃത്യമായി വീഡിയോ ചാനലിൽ ചെയ്തിരുന്നതാണ്. ബീഹാർ ഇലക്ഷൻ പ്രഖ്യാപിച്ചത് മുതൽ ഇന്ത്യ സഖ്യത്തിന് തന്നെ മുൻതൂക്കമുണ്ട് എന്ന് കൃത്യമായി പ്രവചിച്ചതാണ്. ഞാൻ പല വീഡിയോയിലും അത് സൂചിപ്പിച്ചതാണ്. പക്ഷേ ഇന്ത്യ സഖ്യത്തിന് പ്രതീക്ഷ പുലർത്താവുന്ന ഒട്ടേറെ ഘടകങ്ങൾ ഉണ്ട് എന്ന രീതിയിൽ വാർത്തകളും ചെയ്തിരുന്നു. പക്ഷേ അതൊന്നും വോട്ടാക്കി മാറ്റാൻ അവർക്കായില്ല. ബീഹാറിന്റെ ജനവിധി അക്ഷരാർത്ഥത്തിൽ NDA കേന്ദ്രങ്ങളെ പോലും അമ്പരപ്പിച്ചതാണ്. ഇത്രയും വലിയൊരു ജയം ഉണ്ടാകുമെന്ന് NDA പോലും പ്രതീക്ഷിച്ചിരുന്നു എന്ന് സംശയമാണ്. കാരണം അമിത്ഷാ പോലും 160 സീറ്റ് നേടി NDA അധികാരത്തിൽ വരുമെന്നാണ് തെരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ പറഞ്ഞിരുന്നത്. എക്സിറ്റ് പോളുകളടക്കം പരമാവധി 160-നും 170-നും ഇടയ്ക്ക് സീറ്റുകൾ NDA നേടുമെന്നായിരുന്നു പ്രവചനം. അതിനെയെല്ലാം കാറ്റിൽ പറത്തി 202 സീറ്റ് നേടിയാണ് NDA തേരോട്ടം നടത്തിയത്. മഹാസഖ്യമാകട്ടെ 35 സീറ്റിൽ ഒതുങ്ങിപ്പോകുകയും ചെയ്തു. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ നേടിയതിന്റെ 1/3 സീറ്റുകൾ പോലും ഇത്തവണ തേജസ്വി യാദവിന്റെ രാഷ്ട്രീയ ജനതാദളിന് കിട്ടിയില്ല. കോൺഗ്രസ് ആകട്ടെ 2 അക്കം പോലും കടന്നതുമില്ല. 61 സീറ്റിൽ മത്സരിച്ച കോൺഗ്രസ് വെറും 6 സീറ്റിൽ ഒതുങ്ങി. അതേസമയം മറുവശത്ത് നിതീഷ് കുമാറിന്റെ ജനതാദൾ യുണൈറ്റഡ് 2020 നിന്ന് 2025 ഇരട്ടിയായി സീറ്റുകളുടെ എണ്ണം വർദ്ധിപ്പിച്ചു. BJPക്കൊപ്പം കിടപിടിക്കുന്ന പ്രകടനവുമായി JDU നടത്തിയ പോരാട്ടം അവരുടെ സമീപകാലത്തെ ഏറ്റവും മികച്ച പ്രകടനമായി വിലയിരുത്തപ്പെടും. ബീഹാറിന്റെ ഈ ജനവിധിക്ക് പിന്നിൽ ഒരുപാട് ഘടകങ്ങളുണ്ട്. മഹാസഖ്യത്തിന്റെ മഹാപരാജയത്തിന് പിന്നിലെ കാരണങ്ങൾ തേടിപ്പോകുമ്പോൾ നിരവധി ഘടകങ്ങളിലേക്ക് എത്തിച്ചേരും. ഏറ്റവും ആദ്യത്തേത്, ബീഹാറിൽ നിർണായക ഘടകമായ സ്ത്രീ വോട്ടർമാരുടെ അക്കൗണ്ടുകളിലേക്ക്, അതായത് ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് 10,000 രൂപ നൽകുമെന്ന NDAയുടെ പ്രഖ്യാപനം വോട്ടർമാരിൽ ഉണ്ടാക്കിയ ഇമ്പാക്റ്റ് ആയിരുന്നു. ഒപ്പം മഹാസഖ്യത്തിന്റെ പാളിപ്പോയ പ്രചാരണ തന്ത്രങ്ങൾ, സഖ്യത്തിലെ കല്ലുകടി, സ്വന്തം മുന്നണി സ്ഥാനാർത്ഥികൾക്കെതിരെ സ്ഥാനാർത്ഥികളെ നിർത്തൽ തുടങ്ങിയ കലാപരിപാടികൾ കൂടിയായതോടെ മഹാസഖ്യത്തിന്റെ മഹാദുരന്തം പൂർണ്ണമായി. 2020 തെരഞ്ഞെടുപ്പിൽ 75 സീറ്റുകളുമായി ഒറ്റക്കക്ഷിയായി BJPക്കും JDUവിനും കനത്ത വെല്ലുവിളി ഉയർത്തിയ RJDയും തേജസ്വിയും വെറും 25 സീറ്റുകളുമായി ഒതുങ്ങി. കഴിഞ്ഞ തവണത്തെ പ്രകടനത്തിന്റെ അയലത്ത് പോലും എത്തിയില്ല. 2010 ശേഷം ഇത്ര വലിയ തിരിച്ചടി RJD നേരിടുന്നത് ആദ്യമായിട്ടാണ് എന്ന് പറയേണ്ടി വരും. 47 ലക്ഷം വോട്ടർമാരുടെ കുറവുണ്ടാക്കിയ SIR പ്രക്രിയ BJPയെ സഹായിച്ചുവെന്നാണ് പ്രതിപക്ഷത്തിന്റെ പ്രധാന ആരോപണം. എന്നാൽ അതുമാത്രമാണോ ഇത്ര വലിയ തോൽവിയിലേക്ക് നയിച്ചത് എന്ന് മഹാസഖ്യത്തിലെ മറ്റു കക്ഷികൾ ചോദിക്കുന്നു. തുടക്കം മുതൽ നീതിപൂർവമല്ലാത്ത തെരഞ്ഞെടുപ്പാണ് നടന്നത് എന്ന രാഹുൽ ഗാന്ധിയുടെ പ്രതികരണം തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കപ്പെട്ടു എന്ന് സൂചിപ്പിക്കുന്നതാണ്. ഭരണഘടനയെയും ജനാധിപത്യത്തെയും സംരക്ഷിക്കാനുള്ള പോരാട്ടമാണ് ഇതെന്ന് രാഹുൽ ഗാന്ധി പറഞ്ഞിട്ടുണ്ട്. സഖ്യത്തിലെ ചേർച്ചക്കേടും സൗഹൃദ മത്സരവും നല്ലൊരു പരിധിവരെ തോൽവിക്ക് കാരണമായി എന്ന് കൃത്യമായി പറയാം. 11 സീറ്റുകളിലാണ് മഹാസഖ്യത്തിലെ കക്ഷികൾ തമ്മിൽ ഇത്തവണ സൗഹൃദ മത്സരമുണ്ടായത്. ഇതിൽ 5ഇടത്തും കോൺഗ്രസും RJDയും തമ്മിലായിരുന്നു ഏറ്റുമുട്ടൽ. 4ഇടത്ത് കോൺഗ്രസും CPIയും പരസ്പരം ഏറ്റുമുട്ടി. കോൺഗ്രസിന്റെ കുത്തക മണ്ഡലമായ കഹൽഗാമിൽ RJDയും കോൺഗ്രസും പോരടിച്ചപ്പോൾ വിഭജിച്ച വോട്ടുകൾ NDAയ്ക്കാണ് തുണയായത്. അതുപോലെ മഹാസഖ്യത്തിന്റെ ഉറച്ച മണ്ഡലമായ ബച്വാരയും കളഞ്ഞു കുളിച്ചു. CPI ജയിച്ചു വന്ന മണ്ഡലത്തിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥിയെ നിർത്തിയതോടെ ആ മണ്ഡലവും കൈവിട്ടുപോയി. മഹാസഖ്യത്തിലെ കക്ഷികൾ തമ്മിൽ മത്സരിച്ച 11 സീറ്റുകളിൽ 9ഇടത്തും വിജയിച്ചത് NDA ആണ്. കോൺഗ്രസും RJDയും മത്സരിക്കാനിറങ്ങിയ വൈശാലിയിലും വികാസ്ശീൽ ഇൻസാൻ പാർട്ടിയും RJDയും മത്സരിച്ച ചെയിൻപൂരിലും RJDക്ക് വിജയിക്കാനായത് മാത്രമാണ് ഏക ആശ്വാസം.
RJDയും വികാസ്ശീൽ ഇൻസാൻ പാർട്ടിയുമായി മത്സരത്തിന് കളമൊരുങ്ങിയെങ്കിലും VIP അവസാന നിമിഷം സ്ഥാനാർത്ഥിയെ പിൻവലിച്ചു. 3 മഹാസഖ്യം സ്ഥാനാർത്ഥികളുടെ പത്രികകൾ തള്ളപ്പെട്ടതും കൂടി ചേർത്താൽ ആകെ 15 ഇടങ്ങളിൽ സൗഹൃദ മത്സരം ഉണ്ടായി എന്ന് പറയേണ്ടി വരും. അങ്ങനെ വരുമ്പോൾ 228 സീറ്റുകളിൽ മാത്രമായിരുന്നു മഹാസഖ്യം സഖ്യമായി മത്സരിച്ചത് എന്ന് കണക്കാക്കണം. കോൺഗ്രസിന് കൃത്യമായൊരു വോട്ട് ബാങ്ക് ഇല്ലാത്ത ബീഹാറിൽ അവർക്ക് വിലപേശലിന് പരിമിതികൾ ഉണ്ട് എന്ന് തിരിച്ചറിഞ്ഞ് അവരെ മെരുക്കാൻ തേജസ്വിയുടെ നേതൃത്വത്തിന് കഴിഞ്ഞില്ല എന്നതും തോൽവിയുടെ ആക്കം കൂട്ടിയ ഘടകമാണ്. ലാലു പ്രസാദ് യാദവിന്റെ മിടുക്ക് ഇക്കാര്യത്തിൽ തേജസ്വിക്ക് ഉണ്ടായില്ല എന്ന് നിരീക്ഷകർ പറയുന്നു. തെരഞ്ഞെടുപ്പിന് തൊട്ടു മുൻപായി സ്ത്രീകളുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് 10,000 രൂപ അനുവദിച്ച NDA നീക്കം ശരിക്കും ഒരു സർജിക്കൽ സ്ട്രൈക്ക് എന്ന് തന്നെ പറയാവുന്ന ഒന്നാണ്, മറ്റു കാര്യങ്ങൾ മാറ്റിവെച്ചാൽ. മഹിളാ റോസ്ഗർ യോജന എന്ന പേരിൽ സ്ത്രീ വോട്ടർമാർക്ക് സ്വയം പര്യാപ്തത നൽകുന്ന തീരുമാനം സംസ്ഥാനത്തെ 3.5 കോടിയോളം വരുന്ന സ്ത്രീ വോട്ടർമാരെ NDAയിലേക്ക് അടുപ്പിച്ചു. ജീവിക ഗ്രൂപ്പുകൾ വഴി സ്ത്രീ വോട്ടുകൾ കൃത്യമായി തങ്ങൾക്ക് അനുകൂലമാക്കിയെടുക്കുന്നതിൽ BJPയുടെ കേഡർ സംവിധാനം വിജയിക്കുകയും ചെയ്തു. ജാതി പരിഗണനകളെയും കുടുംബത്തിലെ പുരുഷന്മാർ കാര്യം നിശ്ചയിക്കുന്ന ബീഹാറിലെ പരമ്പരാഗത രീതിയെയും മറികടന്ന് നേട്ടം സ്വന്തമാക്കാൻ NDAക്ക് സാധിച്ചപ്പോൾ അതിന്റെ തീവ്രത അത്രത്തോളം ഉണ്ട് എന്ന് തിരിച്ചറിയുന്നതിൽ മഹാസഖ്യം പരാജയപ്പെടുകയും ചെയ്തു. ഇതോടൊപ്പം മഹാസഖ്യത്തിന്റെ തെരഞ്ഞെടുപ്പ് വാഗ്ദാനങ്ങളിൽ ജനങ്ങൾക്കുള്ള വിശ്വാസത കുറവ് ജനങ്ങളെ മഹാസഖ്യത്തിൽ നിന്ന് അകറ്റി. എല്ലാ കുടുംബങ്ങളിലും സർക്കാർ ജോലി, സ്ത്രീകൾക്ക് മാസം 2,500 രൂപ, അധികാരത്തിലെത്തിയാലുടൻ 1 വർഷത്തെ തുകയായ 30,000 രൂപ ഒരുമിച്ച് നൽകും തുടങ്ങിയ മുദ്രാവാക്യങ്ങൾ ഒന്നും വിശ്വാസ്യത ഉറപ്പാക്കാൻ പോകുന്നതായിരുന്നില്ല. മദ്യനിരോധനം പുനഃപരിശോധിക്കുമെന്ന വാഗ്ദാനം സ്ത്രീകളിൽ പഴയകാലം പുനഃസ്ഥാപിക്കുമോ എന്ന ആശങ്ക സൃഷ്ടിക്കുകയും ചെയ്തു. കാലങ്ങളായി വനിതകളാണ് JDUവിന്റെയും നിതീഷ് കുമാറിന്റെയും പിൻബലം. എന്നാൽ ഈ തെരഞ്ഞെടുപ്പിൽ വനിതകൾക്കിടയിൽ നിതീഷ് കുമാറിന്റെ സ്വാധീനം കുറയുന്നതായി BJP സംശയിച്ചു. അത് തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കുമെന്നും ഭയന്നു. ഈ സമയത്തായിരുന്നു മഹിളാ റോസ്ഗർ യോജനയിലൂടെ നിർണായക നീക്കം. അത് കൃത്യമായി ജനങ്ങളിൽ സ്വാധീനം ചെലുത്തുകയും ചെയ്തു. വർഷം തോറും അക്കൗണ്ടിൽ 10,000 രൂപ എന്നത് ബീഹാറി സ്ത്രീകളെ സംബന്ധിച്ച് വലിയൊരു തുക തന്നെയായിരുന്നു. മാത്രമല്ല, ആദ്യ ഗഡു വിതരണം ചെയ്തത് വനിതകളെ വിശ്വാസത്തിൽ എടുക്കാനും സാധിച്ചു. കേരളത്തെ അപേക്ഷിച്ച് നോക്കുമ്പോൾ വർഷം 1 ലക്ഷം രൂപ കിട്ടുന്നതിന് തുല്യമാണ് ബീഹാറികൾക്ക് വർഷം 10,000 രൂപ എന്നത്. വാർഷിക പ്രതിശീർഷ വരുമാനം 69,000 രൂപയുള്ള ബീഹാറിന് 10,000 വലിയ തുക ആകുന്നത് അങ്ങനെയാണ്. NDAയുടെ ഈ സർജിക്കൽ സ്ട്രൈക്കിൽ ഏതാണ്ട് 5 ലക്ഷം വനിതാ വോട്ടർമാർ അധികമായി വോട്ട് ചെയ്തുവെന്നാണ് വിലയിരുത്തൽ. തെരഞ്ഞെടുപ്പിൽ NDAയുടെ മുന്നേറ്റവും പദ്ധതി വിജയത്തിലെത്തി എന്നതിന്റെ സൂചനയാണ്. അതേസമയം ഇന്ത്യ സഖ്യത്തിന് ഈ പ്രചാരണ തന്ത്രത്തിൽ ഒപ്പമെത്താൻ കഴിഞ്ഞില്ല. ജനങ്ങൾക്കിടയിൽ ലാലുവിന്റെ സ്വീകാര്യത മകൻ തേജസ്വിക്ക് ലഭിച്ചതുമില്ല. വോട്ട് ചോരി ആയുധമാക്കി രാഹുൽ ഗാന്ധി വോട്ടധികാര യാത്ര നടത്തിയെങ്കിലും അപ്പോഴേക്കും പ്രചാരണം മറ്റൊരു തരത്തിൽ എത്തിയിരുന്നു. വോട്ടർ അധികാര യാത്ര നടത്തിയ ഒരു മണ്ഡലത്തിലും കോൺഗ്രസ് പച്ച തൊട്ടില്ല എന്നത് എടുത്തു പറയേണ്ടതാണ്. ഓഗസ്റ്റ് മാസത്തിൽ നസാറാമിൽ നിന്ന് ആരംഭിച്ച യാത്ര 25 ജില്ലകളിലെ 110 നിയോജക മണ്ഡലങ്ങളിലൂടെയാണ് കടന്നുപോയത്. ഏകദേശം 1300 കിലോമീറ്റർ ദൂരത്തിലൂടെ യാത്ര പോയി. എന്നാൽ ഇവിടങ്ങളിലൊന്നും കോൺഗ്രസ് സ്ഥാനാർത്ഥികൾക്ക് നേട്ടമുണ്ടാക്കാനായില്ല എന്നാണ് ഫലം വ്യക്തമാക്കുന്നത്. രാഹുൽ മുൻകാലത്ത് നടത്തിയ ഭാരത് ജോഡോ യാത്രകൾ 2023 തെലങ്കാന തെരഞ്ഞെടുപ്പിലും 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിലും സഹായകമായി എന്ന വിലയിരുത്തലിലാണ് പാർട്ടി ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി വോട്ടർ അധികാര യാത്ര സംഘടിപ്പിച്ചത്. 1990കളിലും 2005 വരെയും സംസ്ഥാനത്ത് നിലനിന്ന സംസ്ഥാനത്തെ ജംഗിൾ രാജ് അന്തരീക്ഷം തിരിച്ചെത്തുമെന്ന പ്രചാരണം തീവ്രമായി BJP-JDU നേതാക്കൾ നടത്തിയപ്പോൾ ഫലപ്രദമായി അതിനെ പ്രതിരോധിക്കാൻ മഹാസഖ്യത്തിന് സാധിക്കാതെ പോയതാണ് തിരിച്ചടി ഇത്രയും വലിയതാക്കിയത്. രാഷ്ട്രീയമായ ഭരണവിരുദ്ധ വികാരത്തിനപ്പുറത്തേക്ക് സാമൂഹ്യമായ വിരുദ്ധ വികാരം മഹാസഖ്യത്തിന് ഫലത്തിൽ എതിരായി മാറി. യാദവാധിപത്യം സൃഷ്ടിക്കപ്പെടുമെന്ന പ്രതീതി ഉണർത്തി പഴയ ലാലു യുഗത്തിന്റെ ഓർമ്മകൾ തിരിച്ചെത്തിക്കുന്നതിൽ NDA വിജയിച്ചു. 52 യാദവ സ്ഥാനാർത്ഥികളെ അവതരിപ്പിച്ച RJDക്ക് ഇതിൽ നിന്ന് പുറത്തു കടക്കാനൊട്ട് കഴിഞ്ഞതുമില്ല. മുസ്ലിം യാദവ സമവാക്യം എന്ന പരമ്പരാഗത RJD വോട്ട് ബാങ്കിലും വിള്ളലുണ്ടായി. സീമാഞ്ചലിലടക്കം NDAക്കുണ്ടായ മേൽക്കൈ മുസ്ലിം സ്ത്രീകളുടെയും വോട്ടുകൾ മഹിളാ റോസ്ഗാർ യോജനയുടെ സ്വാധീനത്താൽ വഴിമാറിയെന്നതിന്റെ തെളിവാണ്. 25 സീറ്റിലേക്ക് ഒതുങ്ങിയെങ്കിലും RJDക്ക് ഏക ആശ്വാസം വോട്ടിംഗ് ശതമാനത്തിൽ മുന്നിലെത്താനായി എന്നത് മാത്രമാണ്. 22.74% RJDയുടെ വോട്ട് ശതമാനം.
ബീഹാർ മണ്ണിൽ ലാലു പ്രസാദ് യാദവ് വളർത്തിയെടുത്ത പാർട്ടിയുടെ സ്വാധീനം പാടെ ഒലിച്ചുപോയില്ല എന്ന് ഇത് സൂചിപ്പിക്കുന്നു. BJPക്ക് 20.74%, JDUവിന് 18.87%, തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ കണക്കനുസരിച്ച് വോട്ട് വിഹിതം. ബീഹാറിലെ തെരഞ്ഞെടുപ്പ് ഫലം അവിശ്വസനീയമെന്നാണ് AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ പറഞ്ഞത്. നടന്നത് വോട്ട് കൊള്ളയാണ് എന്നാണ് കോൺഗ്രസിന്റെ വിലയിരുത്തൽ. AICC അധ്യക്ഷൻ മല്ലികാർജുൻ ഖാർഗെയുടെ വസതിയിൽ ചേർന്ന യോഗത്തിന് ശേഷമായിരുന്നു KC വേണുഗോപാലിന്റെ പ്രതികരണം വന്നത്. ഫലം കൃത്യമായി വിശകലനം ചെയ്യും. വലിയ തട്ടിപ്പുകൾ നടന്നു. അതീവ ഗുരുതരമായ സ്ഥിതിയിലൂടെയാണ് രാജ്യം കടന്നുപോകുന്നത്. ഇതിനെതിരെ ശക്തമായിട്ടുള്ള നിയമ നടപടികളും തുടർ നടപടികളും ഉണ്ടാവും. ഡേറ്റകൾ ശേഖരിച്ച് പരിശോധിക്കും. തേജസ്വി യാദവുമായി സംസാരിച്ചു. ബീഹാർ ഫലം ഇന്ത്യ സഖ്യം ഒന്നിച്ച് വിശകലനം ചെയ്യും എന്നൊക്കെയാണ് KC പറഞ്ഞിരിക്കുന്നത്. ബീഹാറിലെ തോൽവിയിൽ കോൺഗ്രസിനുള്ളിലും ഇന്ത്യ സഖ്യത്തിലും അമർഷം പുകയുകയാണ് എന്നതും എടുത്തു പറയേണ്ടതാണ്. രാഹുൽ ഗാന്ധിയുടെ തന്ത്രങ്ങൾ പാളി എന്നുപോലും കോൺഗ്രസിലെ ചില നേതാക്കൾ വിലയിരുത്തുന്നുണ്ട്. ഇതിനിടെയാണ് വോട്ടുകൊള്ള ആരോപണത്തിൽ ഉറച്ചു നിൽക്കാൻ പാർട്ടി അധ്യക്ഷൻ മല്ലികാർജുൻ ഖാർഗെയുടെ അധ്യക്ഷതയിൽ നടന്ന യോഗം തീരുമാനിച്ചത്. SIRന് ശേഷം വോട്ടർ പട്ടികയിലെ ക്രമക്കേടിലൂടെ BJPയെ വിജയിപ്പിക്കാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഒത്താശ ചെയ്തു എന്നാണ് ഇവരുടെ ആരോപണം.